ഷിബു മീരാൻ, ഇന്നിപ്പോൾ ചെന്നൈയിലെ KTDC റെയിൻ ഡ്രോപ്സ് ഹോട്ടലിൽ വെച്ച് DMK നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ലീഗിലെ ചില നേതാക്കളും ഉണ്ടായിരുന്നു എന്നൊരു വാർത്തയുണ്ട്. നിങ്ങളത് എത്രത്തോളം സ്ഥിരീകരിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ അർത്ഥം എന്താണ്? സ്മൃതി, ഞാനതിന് മറുപടി പറയും. ഇപ്പോൾ ഈ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന മുന്നണിയിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ ബഹിഷ്കൃതനാക്കുന്നു. അദ്ദേഹം ഇതിനിടയ്ക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി തോക്കിന് ഒരു ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടു. ഇപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി DMK നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഞാനത് പറയുന്നത്, ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സങ്കീർണമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ പോയിപ്പെട്ടിരിക്കുന്നു. അത് അതിജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഓപ്ഷനുകൾ അദ്ദേഹം നോക്കുമല്ലോ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടില്ല. ഇപ്പൊ DMK നേതാക്കളെ അദ്ദേഹം കാണുന്നു. അദ്ദേഹത്തെ DMKയിൽ എടുക്കാൻ താല്പര്യമുണ്ടോ? DMKയുമായി അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ചും DMKയുടെ ഒരു പ്രതികരണം പോലും ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈപ്പോത്തറ്റിക്കലായി അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല. പിന്നെ ലീഗ് നേതാക്കളെ കണ്ടത് ഇപ്പൊ എന്തെങ്കിലും സൗഹൃദ സന്ദർശനം നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ DMK അല്ലല്ല ഷിബു മീരാൻ, നിങ്ങളിപ്പോൾ അൻവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണം, ഇന്ന് ETയുടെ അടക്കം പ്രതികരണം ഇന്നുകൂടി വന്ന ദിവസമാണ്. അവിടെ ചെന്നൈയിലെ കൂടിക്കാഴ്ചയിൽ ലീഗിലെ ചില നേതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, ആ ഒരു കൂട്ടിന്റെ അർത്ഥം എന്താണ് എന്ന്. സ്മൃതി ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ അതിലേക്ക്. DMK മുന്നണിയിൽ തമിഴ്നാട്ടിൽ ഞങ്ങളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്. ഞാൻ പറഞ്ഞത് സ്മൃതിക്ക് വ്യക്തമായി കാണുന്നു മനസ്സിലാക്കും. പിന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബും ഡോക്ടർ MK മുനീറും ഇന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ അടക്കം പറഞ്ഞത് അതൊരു പുതിയ കാര്യമല്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. കാരണം അൻവർ പോലും ഒരു ഘട്ടത്തിൽ ഈ വിഷയങ്ങളെ CPMന്റെ ഭാഗമായി നിന്ന് ന്യായീകരിച്ചപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് അതിന്റെ തുടർച്ചയുടെ ഒരു ഘട്ടത്തിൽ അൻവർ ഏറ്റെടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അൻവറിന് കൂടി ഒരു നിർബന്ധിതാവസ്ഥയിൽ ഗതികെട്ട് ഒരു സന്ദർഭത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അൻവർ എന്ന വ്യക്തിയല്ല, അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയാണ്. കാരണം കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP RSSുമായി ചർച്ച നടത്തുന്നു എന്നൊരു വാർത്ത പുറത്തുവന്നാൽ മാറി മാറി അദ്ദേഹം RSS നേതാക്കളെ കാണുന്നു എന്ന വാർത്തയും അതിന്റെ തെളിവും അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്താൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് ചോദിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അതേക്കുറിച്ച് മൗനം പാലിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ഒരു വ്യക്തി എന്ന നിലക്കല്ല ഞങ്ങൾ അൻവറിനെ നോക്കിക്കാണുന്നത്. കേരളം നോക്കിക്കാണുന്നത് ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും ഭരണപക്ഷത്തിന്റെ ഒരാഴ്ച മുൻപ് വരെ CPMന്റെ ചാവേറായിരുന്ന അൻവറിന് പോലും ഏറ്റെടുക്കേണ്ട വിധത്തിലേക്ക് കേരളത്തിലെ പോലീസിനകത്ത് സംഘപരിവാർ പിടിമുറുക്കിയിരിക്കുന്നു. കേരളത്തിന്റെ സിസ്റ്റത്തിനകത്തേക്ക് മാരകമായ ഒരു ക്യാൻസർ പോലെ സംഘപരിവാർ പടർന്നു കയറിയിരിക്കുന്നു എന്നതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും നിയന്ത്രിക്കുന്നത് സംഘപരിവാർ പശ്ചാത്തലമുള്ള, സംഘപരിവാറിന്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു PR ഏജൻസിയാണെന്ന് നമുക്ക് ബോധ്യമല്ലോ. ഹിന്ദുവിനെതിരെ കേസില്ല. ഒരു മാധ്യമം ഒരു അക്ഷരപ്പിശകുണ്ടായി തെറ്റായ ഒരു വാർത്ത കൊടുത്താൽ കേരളത്തിലെ മാധ്യമങ്ങളെ CPM കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചയുടെ ആങ്കറായ താങ്കൾക്ക് പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങളെ വിളിക്കാൻ ഒരു പ്രത്യേക വാക്ക് തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള CPM ഹിന്ദു മാന്യത കാണിച്ചു എന്ന് പറയുന്നു. PR ഏജൻസിയോട് ഇവർക്ക് പരാതിയില്ല, സുബ്രഹ്മണ്യനോട് പരാതിയില്ല, വിനീത് ഹിൻഡയോട് പരാതിയില്ല. ഗുരുതരമായ ഒരു സന്ദേശം കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ ഭാഗമായി പുറത്തുവിട്ട ആരോടും പരാതിയില്ല. എല്ലാവർക്കും നല്ലവനായ ഗർവാസി ആശാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന മട്ടിൽ പോകുമ്പോൾ അൻവർ പറഞ്ഞത് അടിവരയിടപ്പെടുന്നുണ്ട്. അതിനു മുൻപ് ഞങ്ങൾ പറഞ്ഞത് അടിയിടപ്പെടുന്നുണ്ട്. അൻവറിന് ബോധ്യമാകുന്ന, ഞങ്ങൾക്ക് ബോധ്യമാകുന്ന, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന ഒരു മറുപടി ഇതുവരെ ഈ വിഷയത്തിൽ CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. RSSുകാരെ പോയി കണ്ട ADGP ഈ രാത്രിയും തുടരുകയാണ്. സ്മൃതി, അതാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നത്. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.